എൻ്റെ KSRTC ജീവനക്കാർ ഞാൻ പറഞ്ഞ സന്ദേശം ഏറ്റെടുത്തു എന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അവരോട് ഞാൻ പറഞ്ഞത് അവർക്ക് വേണ്ടിയാണ് എന്ന് എൻ്റെ KSRTC ജീവനക്കാർ മനസ്സിലാക്കുകയും അവരത് ഏറ്റെടുത്ത് അവരെ സ്വന്തം കാര്യമായി കണ്ടപ്പോൾ ഈ റിസൾട്ട്. ഈ AI അസിസ്റ്റഡ് സോഫ്റ്റ്വെയറിൽ പോകുമ്പോൾ ഓരോ വണ്ടിയുടെയും ഡേറ്റ അറിയാൻ പറ്റും. പിന്നെ ഒരേ സമയത്ത് വണ്ടികൾ വരും. ഈ ബഞ്ചിങ് ഒഴിവാക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു AI സോഫ്റ്റ്വെയർ, അത് തികച്ചും അഭിമാനത്തോടെ പറയാം, എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു സ്വപ്നമാണ്. ആ സ്വപ്നം ഉണ്ടോയെന്ന് നമുക്കറിയില്ല. ഇങ്ങനൊരു കാര്യം ഉണ്ടോ എന്ന് ഞങ്ങളുടെ അന്വേഷിച്ച് എങ്ങും കിട്ടാനില്ല. അങ്ങനെ ഞങ്ങളൊരു പരസ്യം ചെയ്തു, ഇങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കി തരാൻ ആരെങ്കിലും തയ്യാറുണ്ടോ? 4-5 കമ്പനികൾ വന്നു. അവരെ സോഫ്റ്റ്വെയർ ഞങ്ങൾ തന്നെ കണ്ടു. അതിൽ നിന്ന് ഏറ്റവും മികച്ച സോഫ്റ്റ്വെയർ നമ്മൾ എടുക്കുകയായിരുന്നു. വളരെ കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് ആ സോഫ്റ്റ്വെയർ കിട്ടി. അത് ഇനി ഇന്ത്യയിലെ എല്ലാ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനും എടുക്കും. ഇതുവരെ ആരും എടുത്തിട്ടില്ല. നമ്മൾ എടുത്ത് വിജയിച്ചു എന്നുള്ളതുകൊണ്ട് ഇനി എല്ലാവരും എടുക്കും. ഇത് ഞാൻ എൻ്റെ മനസ്സിൽ കണ്ട ഒരു സ്വപ്നമാണ്. ഇങ്ങനെ ചെയ്താൽ നഷ്ടം കുറയുന്ന സ്വപ്നം കണ്ടു. അപ്പോൾ ഇവർക്ക് ആർക്കും ഉദ്യോഗസ്ഥന്മാർക്കൊന്നും ഒരു വിശ്വാസം പോരാ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ സംഭവമുണ്ട്. പരസ്യം ചെയ്ത് പ്രസൻറ്റേഷൻ വന്നപ്പോഴാണ് ഓഫീസർമാരെല്ലാം ഇത് കാണുന്നത്. അവരപ്പം ഞെട്ടിപ്പോയി, ഇങ്ങനെ പറ്റുമോ എന്നുള്ളതാണ്. അത് പറ്റുമെന്ന് ഞങ്ങൾ തെളിയിച്ചു. അത് വാങ്ങി. അത് ഇപ്പം നിങ്ങൾക്ക് അന്ന് ദിവസം നമ്മൾ കൺട്രോൾ റൂമൊക്കെ ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ മാധ്യമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ കൺട്രോൾ റൂമിൽ നിന്ന് വളരെ നല്ല മികച്ച ഒരു റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഓരോ സ്ഥലത്തും ഒരു ദിവസം KSRTC ഓടുന്ന വണ്ടികളുടെ 60% വണ്ടികൾ ഇൻസ്പെക്ടർമാർ ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. പണ്ട് പരിശോധനയൊന്നും ഉണ്ടായിരുന്നില്ല. പണ്ട് ടിക്കറ്റിൽ എന്തെങ്കിലും ക്രമക്കേടുണ്ടെന്നാണ് പരിശോധിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അങ്ങനെ മാത്രമല്ല, വണ്ടി ക്ലീനാണോ ഇതെല്ലാം പരിശോധിക്കുന്നുണ്ട്. വണ്ടികൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി കുടുംബശ്രീയുമായി ഒരു സംസാരം നടത്തി. അവർ ഏതാണ്ട് വന്നെങ്കിലും അങ്ങോട്ട് പ്രായോഗിക തലത്തിൽ വരാത്തത് കൊണ്ട് വീണ്ടും ക്ലീനിങ് കോൺട്രാക്റ്റ് കൊടുക്കാൻ വേണ്ടി ടെൻഡർ വിളിച്ചിരിക്കുകയാണ്. തമ്പാനൂർ ബസ് സ്റ്റേഷൻ ക്ലീൻ ചെയ്യാൻ കോൺട്രാക്റ്റ് കൊടുത്തു. നിങ്ങൾക്ക് പോയി പരിശോധിക്കാം, വളരെ വൃത്തിയായിട്ട് കിടക്കുകയാണ്. ഓരോ ബസ് സ്റ്റേഷനായിട്ട് നമ്മൾ ക്ലീനിങ് കോൺട്രാക്റ്റ് കൊടുക്കുകയാണ്. ബസ് കഴുകാനും ഒരു കേരളം മുഴുവൻ സ്റ്റേറ്റ് വൈഡായിട്ട് ഒരൊറ്റ കോൺട്രാക്റ്റായിട്ട് കൊടുക്കാൻ പോവുകയാണ്. നമ്മൾ ജനങ്ങൾക്ക് ആവശ്യമുള്ളതിൽ പൈസ എറിഞ്ഞ് തന്നെയാണ് പൈസ പിടിക്കുന്നത്. എല്ലാ വണ്ടികളിലും വെള്ളം കൊടുക്കാൻ പോകുന്നു. എല്ലാ വണ്ടികളും ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുള്ള ഫുഡ് കിട്ടും. ഇനി വണ്ടി ദീർഘയാത്രയിലെല്ലാം എല്ലാ വണ്ടികളും നല്ല കൊള്ളാവുന്ന ഹോട്ടലുകളിൽ നിർത്താൻ തുടങ്ങിയപ്പോൾ കുടുംബസമേതം ആളുകൾ യാത്ര ചെയ്യാൻ തുടങ്ങി. ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉണ്ടായി. മിക്കവാറും എല്ലാ ബസ് സ്റ്റേഷനിൽ ടോയ്ലറ്റ് നവീകരിച്ചു, സുലഭനെ ഏൽപ്പിച്ചു. ഇങ്ങനെ ജനങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ മുഴുവൻ ഇതിൽ നടപ്പിലാക്കി. മഹത്തായ കാര്യങ്ങൾ നടപ്പിലാക്കില്ല, ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഏറ്റവും പ്രധാനം ജീവനക്കാരുടെ പെരുമാറ്റത്തിൽ, അവരുടെ ശരീരഭാഷയിൽ, അവരുടെ സമീപനത്തിൽ വന്നിട്ടുള്ള വലിയ മാറ്റം. ആ വലിയ മാറ്റം KSRTCക്ക് ചരിത്രപരമായ വിജയം നൽകിയെന്ന് ഞാൻ പറയും. കാരണം വളരെ സ്നേഹത്തോടെ കണ്ടക്ടർമാരും ഡ്രൈവർമാരുടെ യാത്രക്കാരോട് വളരെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും. ഞാൻ പലപ്പോഴും പറയുമ്പോൾ ഇയാളെന്തോ പറയുന്നത്, ഇയാളാരാ ഉപദേശിക്കാനെന്നൊക്കെ ചോദിക്കും. അച്ചടക്കത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ചിലർ വിമർശിക്കാറുണ്ട്. പക്ഷേ എൻ്റെ KSRTC ജീവനക്കാർ ഞാൻ പറഞ്ഞ സന്ദേശം ഏറ്റെടുത്തു എന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അവരോട് ഞാൻ പറഞ്ഞത് അവർക്ക് വേണ്ടിയാണ് എന്ന് എൻ്റെ KSRTC ജീവനക്കാർ മനസ്സിലാക്കുകയും അവരത് ഏറ്റെടുത്ത് അവരെ സ്വന്തം കാര്യമായി കണ്ടപ്പോൾ ഈ റിസൾട്ടിന് കാരണം അതാണ്. കാരണം ഷെഡ്യൂളിങ്ങും കാര്യങ്ങളൊക്കെ നന്നായി എന്നുള്ളത് ശരിയാണ്. സാമ്പത്തികമായ നഷ്ടങ്ങൾ കുറച്ചു, അനാവശ്യ ചിലവുകളെല്ലാം വെട്ടിക്കുറച്ചു. ഡീസലിൻ്റെ കാര്യത്തിലെല്ലാം നമ്മൾ വലിയ കുറവ് വരുത്തി. ഇനിയും വലിയ കുറവ് വരും. ഡീസൽ കമ്പനികളുമായൊരു ചർച്ച വെച്ചിട്ടുണ്ട്. ആ ചർച്ച വിജയിക്കും. ആ ചർച്ച വിജയിച്ചാൽ KSRTCയിൽ ചരിത്രപരമായ മറ്റൊരു മാറ്റം കൂടി ഉണ്ടാവും. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും വലിയ വളർച്ച KSRTC കൈവരിക്കും. ഒരു 2-3 മാസത്തിനുള്ളിൽ കൈവരിക്കും. ഈ സർക്കാർ ഇതിനെ രക്ഷപ്പെടുത്തിയിട്ടേ അടങ്ങൂ എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഈ സർക്കാർ ഇതിനെ രക്ഷപ്പെടുത്തി ഈ നിലയിൽ എത്തിച്ചു. അതിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പൂർണ്ണ സ്വാതന്ത്ര്യം. അദ്ദേഹത്തോട് എനിക്ക് നന്ദി പറയണ ഈ അവസരത്തിൽ. ഒരു മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ട എന്ത് കാര്യത്തിന് ആര് സമീപിച്ചാലും നിങ്ങളെ മന്ത്രിയോട് ചോദിച്ചിട്ട് ചെയ്തോളൂ. ഞാൻ അദ്ദേഹത്തോട് പറയും, എല്ലാ കാര്യങ്ങളും ആലോചിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്യൂ, നിങ്ങൾ നോക്കട്ടെ, നിങ്ങൾ ചെയ്യുന്ന എന്നോട് ഒരു ഫ്രീഡം എനിക്ക് ഒരു മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം തന്നിട്ടുള്ള സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യമാണ് ഇത്രയും ഒരു വ്യാപകമായ ഡിജിറ്റലൈസേഷനിലൊക്കെ അഭിമാനിക്കുക. കാരണം വേറെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലും ഒരു സംസ്ഥാനത്തും ഇത്രയും ക്ലിയർ ആയിട്ടുള്ള ഡിജിറ്റലൈസേഷൻ നടപ്പിലാക്കുക. എല്ലാം വാടക പിരിക്കുന്ന ഡിജിറ്റലാണ്, സോഫ്റ്റ്വെയർ വഴിയാണ് വാടക പിരിക്കുന്നത്. ഇനി BTC മാത്രമേ സോഫ്റ്റ്വെയറിലേക്ക് പോകാനുള്ളൂ. ബാക്കി അക്കൗണ്ട്സും വരാൻ പോവാണ്. ഒരു മാസം കഴിയുമ്പോൾ എല്ലാ ഓഫീസും ഈ ഓഫീസാവും. ഈ ഒരു മാസത്തിനുള്ളിൽ തന്നെ എല്ലാ ഓഫീസിലും അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ചെയ്യണം. അപ്പോൾ 100 രൂപ ഇവിടെ ചിലവഴിച്ചാൽ അത് അപ്പോൾ തന്നെ ഫൈനാൻസ് ഓഫീസറുടെയും CMDയുടെയും ടേബിളിൽ കാണാം കമ്പ്യൂട്ടറിൽ. 100 രൂപ ചിലവഴിച്ചു, പാപ്പനം കൂടെ 100 രൂപ ചിലവഴിച്ചു, 2000 രൂപ കളക്ഷൻ വന്നു. അപ്പോൾ ഈ KSRTCയുടെ ബാലൻസ് ഷീറ്റ് എവറി സെക്കൻഡ് അപ്ഡേറ്റ് ആയിരിക്കും. ബാലൻസ് ഷീറ്റ് ഈ സാമ്പത്തിക വർഷത്തെ ബാലൻസ് ഷീറ്റ് അപ്ഡേറ്റ് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് മാത്രം എടുത്താൽ മതി. അങ്ങനെ വലിയ നേട്ടങ്ങൾ KSRTCയിൽ ഉണ്ടാകും.